എവിടേക്കാന്നുള്ളത് കാറിലിരുന്ന് പറയാം കേട്ടോ. പിന്നെ ഇന്നത്തെ കുർബാന ചെല്ലിക്കുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഊണ എന്റെ വീട്ടിൽ നിന്നല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇതെന്നാ മരാത്. ആ ഞാൻ ആദ്യമായിട്ടാ ഈ പൂ കാണണേ. അവനോടൊന്ന് പറഞ്ഞു. അതെ അതെ അതെ. ഇല്ല ഞാൻ ഓക്കെ റെഡിയാണോ? ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ കണ്ണിന് നല്ല കുളിർമയുള്ള നല്ലൊരു കാഴ്ചയിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ താമരയാട്ടോ വിടരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി പോവാണ്. എവിടേക്കാന്നുള്ളത് കാറിലിരുന്ന് പറയാം കേട്ടോ. അപ്പൊ വണ്ടി എടുത്ത് അതുകൊണ്ടാ ഇന്ന് എന്റെ ഇടവക പള്ളിയിലേക്കാ പോണം. അതെ, അവിടെ എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അതെന്നാന്ന് കാറിലിരുന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ. ഇല്ല കസേരകളിലൊക്കെ അതേ കൊച്ചു ബാഗിലേക്ക് എടുത്തു. അതാ സഞ്ചി ഇനിയുണ്ടോ? നല്ല മേഘം. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്റെ വീട്ടിലെ എന്റെ ഇടവക പള്ളിയിലേക്കാ പോണേ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. എന്റെ അപ്പച്ചന്റെ ആണ്ട് കുർബാനയെന്ന്, എന്റെ സ്വന്തം അപ്പച്ചന്റെ. അപ്പൊ അത് അപ്പച്ചൻ മരിച്ചിട്ട് ഇന്നല്ല മെയ് 14 ഡേറ്റ്. മെയ് 12 സൺഡേ ആണ് കുർബാന ചെല്ലിക്കുന്നത്. അപ്പം 20 വർഷം തികയുക. 2004 മരിച്ചത്. പിന്നെ ഇന്നത്തെ കുർബാന ചെല്ലിക്കുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് കുർബാന ചെല്ലിച്ചു കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ട് ഊണ എൻ്റെ വീട്ടിൽ നിന്നല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ രണ്ടാമത്തെ അനിയൻ മരിച്ചത് മെയ് 16 കൊച്ചപ്പൻ ചാച്ചൻ മരിച്ചത്. അപ്പം ആ കുർബാനയും അവരുടെ മകൻ ചെല്ലിക്കണത് ഇന്ന് തന്നെയാണ്. അപ്പം അപ്പച്ചൻ്റെയും അനിയൻ്റെയും കുർബാന ഒരു ദിവസമായിട്ട് വന്നിട്ടുണ്ട് ഈ വർഷം. അപ്പം ഉച്ചത്തെ ചടങ്ങ് ആ കൊച്ചപ്പൻ്റെ മോൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പം എല്ലാവരും ഉച്ചയ്ക്ക് മറ്റ് കസിൻസ് അമ്മായിയുടെ മക്കളെല്ലാവരും കൂടുന്നത് പിറവത്തെ കൊച്ചപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ, ഉച്ചത്തെ ഭക്ഷണത്തിന്. അപ്പം അവിടെ അച്ഛനൊക്കെ വന്ന് കൂതാശ പരിപാടിയൊക്കെ ഉണ്ട്. രാവിലെ എൻ്റെ വീട്ടിലെ ഭക്ഷണം കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പം അപ്പച്ചൻ 20 വർഷമായി മരിച്ചിട്ട്. അമ്മച്ചി മരിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 77 വിവരം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം പിന്നാലെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവം. അപ്പം ഇതൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന റൂട്ടുകളാണ്. ആരക്കുന്നം, പേപ്പതി, ഇങ്ങനെയൊക്കെ സ്ഥിരം എൻ്റെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ കാണിക്കുന്ന റൂട്ടായതുകൊണ്ടാട്ടോ പിന്നെ അധികമൊന്നും റോഡ് ട്രിപ്പിൽ കാണിക്കാത്ത. AP വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റല് ഒക്കെ എൻ്റെ ഏരിയയിലേക്കുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള പരിചയക്കാരെ എല്ലാം കാണും, ബന്ധുമിത്രാദികളെയൊക്കെ കാണാൻ പറ്റും. കൂടാതെ എൻ്റെ കൂടെ പഠിച്ച 1-2 പേരൊക്കെ ആ പള്ളിയിലെ ഇടവകയിലുണ്ട്. അവരെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. ശരി എന്നാ ഈ വരുവാട്ടോ. ഈ വളവിലാണ് ഈ ഭാഗത്ത് ജോൺസ് വില്ലേജ് റിസോർട്ട് ആൻഡ് ഇവന്റ്സ്. മേഘത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. മഴ പെയ്തുകൊണ്ടാണോ? ഉരുണ്ടുകൂടി കിടക്കുന്ന മേഘം. നീ പോകുമ്പോ എപ്പോഴും മേഘപാളികൾ പിടിക്കൂല്ലേ? ഈ മരം നല്ല ഭംഗി, ഇവിടെ ഇടിച്ച പോലെ അല്ലേ? ലൈറ്റിംഗ് കറക്റ്റ് ഉള്ള സമയത്ത് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നതിന്റെ പടം എടുക്കണം. അങ്ങനെ എടുത്താലേ അതിന്റെ ഭംഗി വരും. ആരക്കുന്നം എന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണ സ്ഥലം പുറക്കാട്ടിൽ ടെക്സ്റ്റൈൽസ്. പണ്ടല്ലേ, ഇപ്പോഴല്ല, 30 വർഷം മുമ്പ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യം അവിടെ ചെയ്യിച്ചു. അത് കഴിഞ്ഞപ്പോ നമ്മുടെ രാമകൃഷ്ണൻ ചേട്ടനായി. പിന്നെ രാമകൃഷ്ണൻ ചേട്ടന്റെ കാലം കഴിഞ്ഞാണ് ബേബി ടൈലർ ഏറ്റെടുത്തത് ഞാൻ. പിന്നെ ഇന്നേ വരെ അത് മാറ്റിയിട്ടില്ല. ബേബി ടൈലർ ഇപ്പോഴും ചെയ്യുന്നത്. ബേബി ടൈലറിന്റെ വീട് ഈ ഭാഗത്താണ്, ആരക്കുന്നം കരിക്കൂടം.
എനിക്ക് തലേ ദിവസം നല്ലോണം ഷൂട്ടും എഡിറ്റിംഗ് വർക്കുകൾ അങ്ങനെ അപ്ലോഡിങ് വർക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. അത് കാരണം പാതിരാത്രിയായി ഉറങ്ങിയപ്പോൾ. അതിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ട്. ഇനിയിപ്പോൾ ഉറങ്ങിയേ തീരുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാകില്ലേ. തലേന്ന് നല്ല പണി കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ പറയണ്ട. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിമാണ്. പിന്നെ ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഓഫീസ് വർക്കുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഫുൾ ടൈറ്റാ. എൻ്റെ നാട്ടിലേക്ക് അടുത്തോണ്ടിരിക്കുവാണ്. കോളേജ് കാലഘട്ടത്തിലില്ലേ പലപ്പോഴും വേപ്പതിൽ നിന്ന് നടന്നു പോകേണ്ടി വന്നൊക്കെ. വീക്കെൻഡിൽ വരുമ്പോൾ ചിലപ്പോൾ ബസ് വിട്ടുപോകും. മാമലക്കാവിലേന്ന് വേപ്പതിയിൽ എത്തുമ്പോഴത്തേക്കും പിന്നെ രാത്രിയാവും. അതുകൊണ്ട് എവിടെ പോയാലും പച്ചപ്പും ഹരിതാപവും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. എത്ര ക്യാമറയിൽ ഒപ്പിയാലും മതിയാവില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. ആരാധനയിൽ പങ്കുകൊള്ളാനായിട്ട് നമ്മൾ പള്ളിയിലേക്ക് കയറുകയാണ് കേട്ടോ. പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ചില സൗഹൃദ സംഭാഷണങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോബി ചാച്ച ഇപ്പം എല്ലാവർക്കും അറിയാലോ. പിന്നെ സീനാൻ്റെയാണ് അടുത്ത് നിൽക്കുന്നത്. പിന്നെ ബൈജു ചാച്ച അമ്മയുടെ കോട്ടപ്പടിയിലെ അമ്മയുടെ മൂത്ത മകനാണ് കേട്ടോ. ഇന്ന് അമ്മയുടെ ഫാദറിൻ്റെ അനിയൻ്റെയും ഓർമ്മ ദിനം ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അവരെന്നൊക്കെ പറയണേന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ മുടി വെട്ടണേന് 1000 രൂപ. സ്വന്തമായിട്ട് എന്റെ മുഖം പൊഴിഞ്ഞു പോയോണ്ട് പരിപാടി ബൈജുവിന്റെ മുടിയല്ലേ നല്ല തിക്കാണ് ബൈജുവും ബൈജു. അതുകൊണ്ട് ഞാൻ ചോദിച്ച നീ പറ്റ പരിപാടി. അപ്പൊ ഞാൻ എല്ലാ മുടി ഉണ്ടല്ലോ. നീ എപ്പോൾ കോവിഡ് സമയത്ത് ഇവിടെ വെട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറയും ഇവിടെ വെട്ടണം ശരിയാവില്ല, മെനകട അവിടെ. പിന്നെ ഇത് അമ്മയുടെ ബ്രദർ, അമ്മാവൻ, വൈഫ്, അമ്മായി ഒക്കെയാണ്. എല്ലാവരും പള്ളി കഴിഞ്ഞ് തിരിക്കുക. എന്തെങ്കിലുമൊക്കെ പിടിക്കണ്ടല്ലേ. പതുക്കെ നടന്നോ. കാലൊന്നും വിളിക്കാ തീർന്നു അല്ലേ. ഇല്ല, കാലെല്ലാം പടഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പരിപാടി. അവന്റെ എക്സ്പ്രസ് ഇവിടെ കിടക്കുന്നു. ആയിട്ടില്ലല്ലോ. നൈജു. ആ നൈജുവിന്റെ എല്ലാവർക്കും അവിടെ ചെല്ലുമ്പോ കാണാനേ. അല്ല ഇതെന്നാ മരം അത്? നോക്കട്ടെ കേട്ടോ. റബ്ബറിന്റെ അടി ഇത്. ആ ഞാൻ ആദ്യമായിട്ടാ പൂ കാണണേ. അത് കണ്ടോ? ഇച്ചിരി വേണമെങ്കിൽ ഒടിച്ചെടുക്കും. റബ്ബറിന്റെ പൂവാണോ അത്? നല്ല രസം. റബ്ബറിനാണോ ഇങ്ങനത്തെ? ആ റബ്ബറിന് ഇങ്ങനെ ഒരു പൂ ആദ്യമായിട്ടാ കാണണേ. അതൊക്കെ ഒടിച്ചെടുക്കണ്ടായിരുന്നു. നല്ല രസം അല്ലേ? ഇനി നമുക്ക് കേറാം. എൻ്റെ വീട്ടിലേക്കുള്ള പ്രയാണം അടുത്തത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിറവത്തേക്ക് കൊച്ചപ്പൻ്റെ വീട്ടിലേക്ക്. ഓക്കെ, വെയിലാ, കയറിക്കോ. റബ്ബറിന്റെ പൂവാ. ജോഗിൻ അവനോടൊന്ന് പറഞ്ഞു. പൂവ് ഞങ്ങളതിലെ വന്നേക്കാൻ നീ പറയൊന്നും വേണ്ട. ശരി, ഓക്കെ. അങ്ങനെ അമ്മയുടെ ബ്രദറിന്റെ വീട്ടിലെത്തി. അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് റംബൂട്ടാൻ ഇങ്ങനെ ഉണ്ടായി കിടക്കണ കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ റംബൂട്ടാനെ കുറിച്ച് ഓർത്തത്. അതിലുണ്ടായോ ഇല്ലയോ എന്ന് പോലും നോക്കാൻ പോലും പറ്റിയിട്ടില്ല. സീസൺ ആവാറായല്ലോ. ഇനി ചെന്നിട്ട് വേണം നോക്കാനായിട്ട്. റോക്കി
അമ്മയുടെ ഫാദറിൻ്റെ ഓർമ്മ ദിവസമാണല്ലോ എന്ന്. അവർ രണ്ടുപേരും, അതായത് എൻ്റെ മറ്റേണൽ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ്. രാവിലെ ഒന്നും കഴിക്കാണ്ട് പോകുന്നതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. എന്തൊക്കെയാണ് അമ്മായി നമുക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരുക്കിയിരിക്കുന്നത് നോക്കാം കേട്ടോ. പൂവനല്ലേ, അമ്മായിയുടെ സ്പെഷ്യൽ ചിപ്സ് ആണ്. ചിക്കൻ കേക്ക് ഉണ്ടല്ലോ, നാടൻ പൂവൻ. അങ്ങനെ മേശപ്പുറം നിറഞ്ഞ വിഭവങ്ങൾ ഞങ്ങൾ ഓരോന്നായി കഴിക്കാനായിട്ട് എടുക്കുവാണ്. ആ ചിപ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് മാത്രമല്ല എല്ലാം നല്ലതായിരുന്നു. അപ്പം, ചിക്കന്, കേക്ക്, സാലഡ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. വേണ്ട വേണ്ട, എനിക്ക് കുറച്ച് ദിവസം മുന്നേ ജലദോഷമൊക്കെ ആയിരുന്നു. അത് കേട്ടില്ലേ പറഞ്ഞത്? പറഞ്ഞല്ലോ അടുക്കളോട്ട് വന്നില്ല. അത് ആരെങ്കിലും കൊടുക്കാം. പിന്നെ അതൊക്കെ ഇഷ്ടമല്ലേ. നമ്മുടെ കോട്ടപ്പടിയിലെ അമ്മേനെ എല്ലാവർക്കും പരിചയമാണല്ലോ. അമ്മയുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ടാമത്തെ വനിതാരത്നം എന്ന നിലയിൽ ആൻറ്റിയുടെ രണ്ടാമത്തെ മകനായ നൈചാച്ചിയുടെ കുട്ടികളാണ് അടുത്തിരിക്കുന്നത് കേട്ടോ. എപ്പോഴും നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലെ ഒരു നൊസ്റ്റാൾജിയ തന്നെയാണല്ലേ ഈ ആഞ്ഞിലി ചക്കപ്പഴം. കിട്ടാനില്ലാത്തപ്പോഴാണെങ്കിൽ അത് വലിയ കൊതിയ കഴിക്കാൻ, കിട്ടുമ്പോഴാണെങ്കിൽ വല്ല അപൂർവമായിട്ട് 1-2 ഒക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടത്തേനും നല്ല മധുരം കേട്ടോ. ആണോ? ഇത് കാണുന്ന ഭയങ്കര നൊസ്റ്റാൾജിയ. അവിടെ റംബൂട്ടാൻ മരത്തിനോട് ചേർന്ന് തന്നെ ദേ 2 വലിയ മാവ് നിൽപ്പുണ്ട്. ഇത് ചന്ദ്രക്കാരനാണ്. ഞാൻ അതിലേക്ക് സൂം ചെയ്തപ്പോൾ തന്നെ ഒരു മാങ്ങ ഞങ്ങൾക്കായി കിട്ടി കേട്ടോ. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ വാസന വളരെ അട്രാക്റ്റീവാണ്. ഇവിടുന്ന് കൊണ്ടുവന്ന മാമ്പഴം ഉപ്പിലിട്ടതൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നിൽക്കണ ഏത് മാവാന്ന് ഒരു പിടിയില്ല. അതിലങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല കേട്ടോ. നല്ല മേഘം കാണാൻ. എനിക്ക് മേഘം ഭയങ്കര ഹരമല്ലേ. അപ്പൊ അമ്മയുടെ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പിറവത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തെ പരിപാടി അവിടെയാണ്. പരിപാടിയില്ല, പെരകൂദേശ വിത്ത് ഫുഡാ. അവിടുത്തെ ചാച്ചൻ്റെയും ആണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പച്ചൻ്റെ അനിയൻ്റെ ആണ്ട് ഒറ്റ ദിവസമായിട്ട് ചെല്ലിക്കേണ്ട ഒരു ഡേറ്റിലാണ് വന്നത്. 14, 16 കേട്ടോ. അപ്പൊ 12-ാം തീയതി ചെല്ലിക്കും. അങ്ങോട്ടാണ് പോണേ. എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. മേഘത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴക്കാറും ഉണ്ട്. അതാണ് ഒരു ഭംഗി. ഈ മരം കാണാൻ നല്ല ഭംഗി. കുട വിരിച്ചത് മാമലക്കവല. ആ മനയാവാറായല്ലോ അല്ലേ? മനയാവാറായി. ആവുമ്പോ ഒന്ന് പറഞ്ഞുതരട്ടോ. ആഴൂർ പടിപ്പര കെട്ടിടം കഴിഞ്ഞാലാട്ടോ. ആണോ? അവിടെ ക്ഷേത്രം പോർട്ടുണ്ട്. ഈ കെട്ടിടം കഴിഞ്ഞാലുള്ളതാ. പാഴൂർ മനയിലേക്കുള്ള വഴിയാണ്. പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം. ഭയങ്കര ഫേമസ് മനയാ. പുഴയുടെ തീരത്ത് എവിടെ ആ പാലം. ആ പാലം ഉണ്ട്, തൂക്കുപാലം. അവിടെ കണ്ടു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ച കൊച്ചപ്പൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കണം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് പോവാട്ടോ. അതെ, ഓക്കെ. അമ്മയുടെ ഫാദറിന്റെ രണ്ടാമത്തെ അനിയൻ, അതായത് ഞങ്ങളുടെയൊക്കെ കൊച്ചു ചാച്ചൻ്റെ ഓർമ്മ ദിവസവും പെരകൂതാശയും കൂടിയാണ് നടത്തിയത് കേട്ടോ. ഇത് പെരകൂതാശ കഴിഞ്ഞതിൻ്റെ ആണ്. പിന്നെ അവിടുത്തെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പെരകൂതാശയുടെ സ്പെഷ്യലാണ് അപ്പം എന്നാണ് അമ്മ പറയാറുള്ളത്. പണ്ടൊക്കെ കള്ളപ്പം, ചിക്കൻ കറി അത് മസ്റ്റാണെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചത്തെ മീലിനുള്ള കറികൾ കൂടി അറേഞ്ച് ചെയ്യുവാണ്. കറികൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് അടുത്തേക്ക് വന്ന് കാണിച്ചു തരാം കേട്ടോ. എത്രയായാലും ഉച്ചയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നാവിൽ വെള്ളം വരും. എനിക്ക് ഇപ്പം തന്നെ വെള്ളം വരുന്നുണ്ട് ഇത് ഡബ് ചെയ്യണ സമയത്തേ. അപ്പം ഒരുപാട് കറികളുണ്ടായിരുന്നു. ബീഫ്, പിന്നെ കാളൻ, പിന്നെ അച്ചാറ്, മീൻകറി,
അങ്ങനെ പലവിധ ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പോഴാണ് ശരിക്കും നോക്കണത് എന്തൊക്കെയാണ് കറികളെന്ന്. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വീഡിയോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ അന്നേരം കറികൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ടേബിൾ ഫുൾ സെറ്റായി തുടങ്ങി. ഇനി നമുക്ക് കഴിക്കാം കേട്ടോ. അതേ ഞാനെടുത്തു ഓൾറെഡി കഴിക്കാനായിട്ട്. ഞാൻ സ്വല്പം ചോറേ എടുത്തുള്ളൂ, പിന്നെ ഞാൻ കറികൾ അധികം എടുത്തില്ല. കുറച്ച് ബീഫും കുറച്ച് ചിക്കനും മാത്രമാണ് എടുത്തുള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി കഴിച്ചുകൊണ്ടാട്ടോ എടുക്കാൻ. ഞാൻ നമ്മുടെ കുഞ്ഞിച്ചാച്ചനെ എല്ലാവർക്കും അറിയാലോ, അമ്മയുടെ ഫാദറിന്റെ ഇളയ അനിയനാണ്. അടുത്ത് നിൽക്കുന്ന രണ്ടുപേരും കോട്ടപ്പടിയിൽ അമ്മയുടെ 2 മക്കളാണ്, ബൈചാച്ചയും നൈച്ചാച്ചയും. പിന്നെ അതെ ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എടുത്തത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എടുത്തതാ. അതെ അറിയാലോ. ആഹാ കുഞ്ഞിക്ക് നല്ല കുഞ്ഞിനെ നല്ല ഇഷ്ടാട്ടോ താറാവിന്. അതെ അതെ അതെ. താറാവ് മുട്ടയിടുവോ? ഇനിയുള്ളത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ്. അതിനിടയിൽ സംഭവിച്ച ചില ബിഹൈൻഡ് ദ സീൻസ് കാഴ്ചകൾ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ. എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ആയിട്ട് അങ്ങ് എടുത്തു കേട്ടോ. ഇതന്നെ 2 ചെയർ ഇവിടെ. ഇല്ല ഞാൻ ഫോട്ടോ ഉണ്ട്, ഫോട്ടോ എടുത്തു ഞാൻ. റെഡി ആയോ? സ്മൈൽ പ്ലീസ്. ഞാൻ ഈ കുഴപ്പമില്ല. നിമിതനെ കാണാം. ഓക്കെ റെഡിയാണോ? ഗ്രൂപ്പ് ഫോട്ടോ ഈ വർഷത്തെ കലാപരിപാടികൾ തീർന്നു കേട്ടോ. വടി കാണിച്ചോ? ബാ എല്ലാരും ബാ. പിള്ളേരെ സ്റ്റെപ്പായിരുന്നു. പാടുള്ളൂ.
വേണം മുമ്പിൽ പോയി ഇരിക്കണ്ട അങ്ങ് വാ. അമ്മേനെ കാണാനില്ല കേട്ടോ, കാണാനില്ല. കുഞ്ഞിയൊക്കെ മുമ്പിൽ വന്നേക്ക്. ഈ രണ്ടപ്പന്മാർക്ക് അപ്പുറം കുടുംബനാഥനും നാഥയുണ്ടോ? ഐസ്ക്രീം എല്ലാരും വന്നോ? രേണുവിനെ മാറിയിരിക്കണം. എല്ലാരും വന്നോ? നോ ചാച്ചനെ കാണുന്നില്ല. എല്ലാരും കൊള്ളിക്കും. ചെരിഞ്ഞേക്ക്. എല്ലാരും റെഡിയായോ? അല്ല അന്നേരം എല്ലാവർക്കും നിൽക്കാൻ പറ്റുള്ളൂ. കാണുന്നില്ല, ഇച്ചിരി ഫ്രണ്ടിലേക്ക് വരും. ആ മതി മതി. അമ്മ ഇച്ചിരി ഫ്രണ്ടിലേക്ക് വന്നേ. കാണുന്നില്ലെന്നേ. ആ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ ഇച്ചിരി സൈഡിലേക്ക്. കിട്ടും കിട്ടും. ഹായ് എല്ലാരും ഹായ് പറഞ്ഞു. ഹായ്. ഓക്കെ. നമ്മുടെ അടയ്ക്കാമരം, അരക്കനട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. അടയ്ക്കാമരത്തിൽ അടയ്ക്ക ഉണ്ടായി തുടങ്ങുമ്പോൾ ഉള്ള ഒരു ടൈമാണ് കേട്ടോ. പലരും എനിക്ക് തോന്നുന്നു ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചതാണ്. കണ്ടോ ഈ ഒരു പരുവം കണ്ടോ, അടയ്ക്ക ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ നല്ല ചൂടാ. ചെന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് വീഡിയോയുടെ കണ്ടിന്യൂഷൻ എടുത്ത് തീർക്കാനുണ്ട്, ഒത്തിരി ഉണ്ട്. ഇന്നലെ നമുക്കത് ഇൻകംപ്ലീറ്റ് ആയ പലതും അവസാനിച്ച അല്ലേ? അപ്പൊ അതൊക്കെ തീർക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞ് ഉച്ചത്തേക്ക് കൊച്ചപ്പന്റെ മരിച്ചുപോയ ഒരു കൊച്ചപ്പന് ഞാൻ പറഞ്ഞല്ലോ പിറവത്ത് അങ്ങോട്ട് വന്നു. അവിടെയുള്ള ഗെറ്റ് ടുഗദറെ അച്ഛൻ വന്ന് വീട് കൂതാശ ഉച്ച ഭക്ഷണം അവിടെ നിന്ന്. എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് ദേശം 10-40 പേരുണ്ടായിരുന്നോ, 30 പേരോളം ഉണ്ടായിരുന്നു തോന്നുന്നു. എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അതോടുകൂടി ഇന്നത്തെ ഈ ഇതിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. അവിടെ എടുക്കാവുന്ന രസകരമായ ചില വീഡിയോ, ചില ക്ലിപ്പിങ്ങുകൾ ഇതിലുണ്ടായിരിക്കും കേട്ടോ. വീഡിയോസിലുണ്ടാവും. ഇതിൽ കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഇതിലെങ്ങനെയാ കുക്കിംഗ് വന്നല്ലേ? പിള്ളേരെയൊക്കെ ഉൾപ്പെടുത്തി പലതും എടുത്തിട്ടുണ്ട്. ഉൾക്കൊള്ളാവുന്നവരെയൊക്കെ ഉൾപ്പെടുത്തി. ഓക്കെ. ഇനി വീട്ടിലേക്ക് 2 മണി 2:10. ഓക്കെ. നല്ല ചൂടാ. AC മറ്റേക്ക് പോയിട്ടിട്ടും ഇങ്ങനെ തണുപ്പം AC ഇല്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടത്താ വണ്ടി കിടന്നതേ. അതുകൊണ്ടാണ് ഒരു പരിധി വരെ. ഓക്കെ. അപ്പോൾ വളരെ കോൺസെൻട്രേറ്റഡ്. ഇന്ന് ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. ഇന്ന് വണ്ടിയിലിരുന്ന് കംപ്ലീറ്റ് അപ്ലോഡിങ്ങും എല്ലാം ആയിരുന്നു. ഇന്ന് നമുക്ക് വീഡിയോ പോലും ഇല്ല. ഇന്ന് ആകെ 3 മിനിറ്റിനേ ഉള്ളൂ വീഡിയോ. അപ്പൊ വണ്ടി നിർത്തി തല തുടക്കിയ വേർപ്പ്. അപ്പയുടെ തലയില് വേർപ്പ് പുള്ളികൾ കണ്ടോ? തലയിൽ മുടിയില്ലാത്തോണ്ടാ. അപ്പൊ ചിരിക്കട്ടെ. വകുപ്പിലെ ആൾക്കാരുടെ മുടി കണ്ടോ? ഹെയർ എന്ന് വെച്ചാൽ എല്ലാരും തല വേർക്കുന്നോണ്ട് വേനൽക്കാലത്ത് പറ്റി അടിച്ചേക്കോ പലരും. അതെ 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 അതെ. അപ്പൊ എത്ര ഉള്ളൂട്ടോ അന്നത്തെ വിശേഷങ്ങൾ. ഇനി വീട്ടിൽ ചെന്നൊരു വൈൻഡപ്പ് ഉണ്ടാവില്ല. എന്നാന്ന് വെച്ചാൽ ചൂടാ. വീട്ടിൽ ചെന്ന ഡ്രസ്സൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി ഇടുവായി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കോട്ടപ്പള്ളിയിലെ അമ്മായി എല്ലാ വീട്ടിലേക്കും മാമ്പഴക്കറി ഉണ്ടാക്കണം. മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൊണ്ട് വൈകിട്ട് കടുക്കാച്ചി നല്ല സ്മെല്ല്. അതെ, മാമ്പഴം കറി ഉണ്ടാക്കുന്നതാണ്. അതുകൂടാതെ എന്റെ സ്വന്തം വീട്ടിൽ ചെന്നപ്പോ ഞങ്ങള് പോരാൻ നേരത്തെ ചന്ദ്രക്കാരമാങ്ങ വീണു. ആകപ്പാടെ 10-15 മാങ്ങ അതിലുള്ളൂ. നല്ല സ്മെല്ലാ. അത് പറക്കിക്കൊണ്ട് പോന്നു. ഓക്കെ, ബൈ ബൈ. നാളെ കാണാം.